ഹലോ ഫ്രണ്ട്സ്, നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി എടുക്കാൻ അവിടെ ഓവൻ്റെ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ, സ്കിപ്പ് ചെയ്യാണ്ട്. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കണിൽ പ്രസ് ആക്കുമ്പോൾ തൊട്ട് ഓൺലി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങാം. എല്ലാവരും വായോ. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് ഇവിടെ പിന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണായിട്ട് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂണായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂണായിട്ട് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൈദപ്പൊടി 240 ml കപ്പിൻ്റെ അപ്പോൾ 1.5 കപ്പ് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണായിട്ട് ഉപ്പും 3 ടേബിൾ സ്പൂണായിട്ട് കോക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് മെജർമെൻറ്റ് തന്നെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ശരിക്കും ഇതിലേക്ക് ഇനി 3 പ്രാവശ്യം ഈ സ്റ്റെപ്പ് നമ്മൾക്ക് ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ 3 പ്രാവശ്യം ഇതേപോലത്തെ നമ്മൾക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഇതേപോലത്തെ അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒന്ന് 3 ബ്രഷ് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഇനി കേക്കിൻ്റെ പ്രീ മിക്സ് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നെങ്കിൽ അപ്പോൾ ഈ ഒരു ദിവസം മുന്നേ തന്നെ ഇതേപോലത്തെ തന്നെ എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു ഡപ്പിൽ മുകളിൽ വെച്ച് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ മുട്ടയും പാലും നമ്മൾക്ക് ഇതൊക്കെ എടുക്കുമ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിൽ എടുക്കണം കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പായിട്ട് ഇതൊന്നും എടുക്കണ്ട. അപ്പോൾ മുട്ട ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾ വെളിയിലെടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പായിട്ട് ഞാനിവിടെ 120 ml കപ്പിന് ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ പഞ്ചസാര പൊടി ഇതൊന്നും എടുത്തിട്ടില്ല. ഞാൻ നന്നായിട്ട് ഫുള്ളായിട്ട് പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പിന് ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെജർമെൻറ്റ് പറയുമ്പോൾ ശരിക്കും 30 ml കപ്പാണത്. അപ്പോൾ 30 ml കപ്പ് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണായിട്ട് ഞാൻ ഇതിലേക്ക് വെനില എസൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് നന്നായിട്ട് നമുക്ക് പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയി കിട്ടുന്ന വരെ ഡിസോയിൽ വരുന്ന വരെ നമ്മൾക്ക് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം, വിക്സ് ചെയ്ത് എടുക്കണം. ഇതേപോലത്തെ നമ്മുടെ എല്ലാ വീട്ടിലും വിക്സ് ഉണ്ടാവില്ലേ ഇതേപോലത്തെ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പായിട്ട് പാൽ ചേർത്തിട്ടുണ്ട്. ഒരു 60 ml ഞാൻ പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇത്തിരി പൊടി നമ്മൾക്ക് ഈ കേക്കിൻ്റെ കോക്കോ പൗഡർ, മൈദപ്പൊടി ഇതൊക്കെ മിക്സാക്കി വെച്ചാൽ ഈ കുറച്ച് പോർഷനിൽ നമ്മൾക്ക് എല്ലാം ഇതേപോലത്തെ ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾക്ക് ആ മിഷൻ്റെ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതേപോലത്തെ എല്ലാ നമ്മൾക്ക് എല്ലാം അടുത്ത് ഉണ്ടാവില്ല ഈ സാധാ വേസ്റ്റ് നമുക്ക് ഇതേപോലത്തെ റിബൻ കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമ്മൾക്ക് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കണം. ഇനി നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി 1 ടീസ്പൂണായിട്ട് ഞാൻ ഇതിലേക്ക് വിനാഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ നന്നായിട്ട് റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കേക്ക് മോൾഡിലേക്ക് ഞാനിവിടെ നേരത്തെ തന്നെ ഓയിലും പിന്നെ ബട്ടർ പേപ്പർ ഇതൊക്കെ ആക്കിയിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇതൊക്കെ ആക്കിയിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് നേരത്തെ തന്നെ ഇതെല്ലാം പ്രിപ്പറേഷൻ നമ്മൾക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പിന്നെ ഞാൻ കുക്കർ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ മിക്സ് തയ്യാറെടുക്കുമ്പോൾ ആ സമയത്ത് ഞാനിവിടെ കുക്കർ ഇതേപോലത്തെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇവിടെ നമുക്ക് കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിൽ മുന്നേ ഞാൻ പ്ലം കേക്കോ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിക്ക് എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കേക്കിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. റീച്ച് പ്ലം കേക്കും പിന്നെ ക്യാരറ്റ് കേക്കും പിന്നെ റവ കേക്ക് അതൊക്കെ നമ്മുടെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ റെസിപ്പി. അപ്പോൾ ഞാൻ 30 മിനിറ്റ് നമ്മുടെ ഇനി
മീഡിയം ഫ്ലെയിമിൽ നമ്മൾക്ക് 30 മിനിറ്റ് കേക്കിന് ബേക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റ് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ സൈഡ് കൂടെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. പക്ഷേ നടുവിൽ മാത്രം സെൻറ്ററിൽ അത് എന്ത് വന്നിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഞാൻ ഇനി 10 മിനിറ്റ് ഇനി കുറച്ച് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരുടെ വലിയ അപ്പോൾ ഇനി നമ്മൾക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഞാൻ നോക്കിക്കോ 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മൾക്ക് ടൂത്ത് പേക്ക് നമ്മൾ കുത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും ഒരു 45 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 45 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതിൽ മേലെ ജസ്റ്റ് നമ്മൾക്ക് 1 മണിക്കൂർ ഇതിൽ മേലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് തണുപ്പാക്കിയിട്ട് എടുക്കട്ടെ. ചൂടാറിയിട്ട് നമ്മൾക്ക് ഇനി ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കട്ടെ. ഡിമോൾഡ് അപ്പോൾ നമ്മൾക്ക് ബട്ടർ പേപ്പർ ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ഡിമോൾട്ട് ആക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് എടുക്കട്ടെ നമുക്ക്. അപ്പോൾ എൻ്റെ മലയാളം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്തൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് അപ്പോൾ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. എനിക്ക് മലയാളം അറിയുന്നുണ്ട്, പക്ഷെ അത്ര നിങ്ങളുടെ പോലെ എത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് മലയാളം അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ഇനി എല്ലാ ബട്ടർ പേപ്പറും നമുക്ക് റിമൂവ് ആക്കി എടുക്കണം. വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ബേസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കേക്ക് വിചാരിക്കുന്ന ആൾക്കാർ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഓവനില്ല ഒന്നുമില്ല. പക്ഷേ വളരെ എളുപ്പത്തിൽ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലോ അല്ലാണ്ട് നമ്മുടെ ബിരിയാണി ഇതൊക്കെ ചട്ടി ഉണ്ടാവില്ലേ, അതേപോലത്തെ വലിയ ചട്ടിക്ക് ഇതൊക്കെ നമുക്ക് സുഖമായ ഒരു കടയിലും നന്നായി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് തൊടുമ്പോൾ എത്രയും സ്പോഞ്ച് ഉണ്ട് നോക്കിക്കോ. വളരെ സോഫ്റ്റ് തന്നെ എന്താ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ പറയണ്ട നമ്മൾക്ക് ഇത് കുക്കറിൻ്റെ ഉള്ളിൽ നമ്മുടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്വിക്കായിട്ട് ഒരു സിറപ്പ് തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരം പിന്നെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് സിറപ്പ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ സ്പോഞ്ച് നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ കിട്ടാൻ പറഞ്ഞിട്ട് ഒന്ന് ആ ഈ സിറപ്പ് നമുക്ക് പഞ്ചസാര സിറപ്പ് നമ്മൾക്ക് തേച്ച് കൊടുക്കാൻ ഇതേപോലത്തെ സിറപ്പാക്കി അത് നന്നായിട്ട് ചൂടാറി എടുക്കണം കേട്ടോ. നല്ല തണുപ്പാക്കി എടുക്കണം, അല്ലെങ്കിൽ ചൂട് ഇതിൽ മേലെ ഒഴിച്ച് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഞാനിതിൽ മേലത്തെ ഭാഗ്യതൊന്നും ഞാൻ മുറിച്ച് കളയുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്കൊന്ന് ഈ മേലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾക്ക് ഈക്വലി പീസസ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിലെല്ലാം നമ്മുടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മേലത്തെ ഭാഗം ഒന്നും ഞാൻ റിമൂവ് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ 3 പീസസ് ഇവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാം പിന്നെ കേക്ക് ഇൻഗ്രീഡിയൻസ് കിട്ടുന്നുണ്ടല്ലേ എല്ലാ ഷോപ്പിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇതൊക്കെ പോയാൽ എല്ലാം അവിടെ അവൈലബിൾ ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ മിഷനായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾക്ക് വിസ്ക് ഉണ്ടല്ലേ അതെല്ലാം തന്നെ നന്നായിട്ട് താഴെ വേറെ പാത്രത്തിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് അതിൽ മേലെ ഇതേപോലത്തെ പാത്രം വെച്ചിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം ഇതിന് മെഷീൻ്റെ കാർഡ് കുറച്ച് സമയം ജാസ്തി വേണം, പക്ഷെ അതൊക്കെ ആയി കിട്ടും കേട്ടോ. അവന് ബുദ്ധിമുട്ട് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് സ്പൂൺ വേണമെങ്കിൽ സ്പൂൺ എടുത്തിട്ട് മേലെ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്പോഞ്ചിൽ നനച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കൂടെ അപ്പോൾ ബ്രഷ് വേണമെങ്കിൽ ബ്രഷും ചെയ്തെടുക്കാം, അല്ലാണ്ട് സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഒഴിച്ചാൽ മതി അതിൽ മേലേക്ക്. പക്ഷെ കൂടുതലായിട്ടൊന്നും നനയ്ക്കണ്ട കേട്ടോ. അപ്പം ഈ ഒരു പാകത്തിൽ നനച്ച് വെച്ചാൽ മതി. അപ്പോൾ അതെന്താ നനയാനും പക്ഷെ ഓവറായിട്ട് നനഞ്ഞിപ്പോണ്ട. അത് ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ചിട്ട് അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇനി കേക്ക് നമ്മൾക്ക് ഒന്ന് ഇളക്കണ്ട പറഞ്ഞിട്ട് എന്ത് സ്ലിപ്പായി പോകണ്ട പറഞ്ഞിട്ട് ഇതിൽ മേലെ ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഈ ക്രീം ജസ്റ്റ് ഒന്ന് ഇതിൽ മേലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾക്ക് ഇങ്ങനെ സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ നനച്ച ഭാഗമല്ലേ ആ ഭാഗം നമ്മൾ ഇനി നിലത്താക്കി താഴെ ആക്കിയിട്ട് ഏത് ഭാഗം നമ്മൾക്ക് നനച്ചിട്ടില്ലല്ലേ ആ സൈഡ് ഇനി നമ്മൾക്ക് തിരിച്ചാക്കിയിട്ട് അതിൽ സിറപ്പ് ഒഴിച്ചിട്ട് ഇതിൽ മേലെ ജസ്റ്റ് നമ്മൾക്കൊന്ന് ഇനി ക്രീം സ്പ്രെഡ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ
കേക്ക് ക്രീം തേക്കാനും മറ്റേ ഇത് സാധനം കിട്ടുന്നുണ്ട്, ഒരു സ്കെയിൽ പോലത്തെ, അത് വേണമെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ എല്ലാ വീട്ടിലത്തെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ലേ, അപ്പോൾ അതേ എടുത്തിട്ട് ഞാനിപ്പോൾ സ്പെഷ്യൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്രീം നല്ല സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വെറും ജസ്റ്റ് ഒന്ന് നല്ല ഈക്വലി ആയിട്ട് ഒന്നും ഫിനിഷിങ് നമ്മൾക്ക് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഞാൻ 3, അപ്പോൾ ഞാൻ എടുത്തത് 1.25 കപ്പ് ഞാൻ ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 1 കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്ര ക്രീം ധാരാളമാണ് നമ്മൾക്ക് വിപ്പിംഗ് നമ്മൾക്ക് ക്രീം ചെയ്തെടുക്കാൻ ഈ കേക്കിന്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്രീം, പക്ഷേ ഇതിൽ ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഞാൻ ക്രീം സ്പ്രെഡാക്കി ഇതിലേക്ക് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കേക്കിന് നമ്മൾക്ക് ഒരു കപ്പ് 1.25 കപ്പ് നമ്മൾക്ക് ശരിക്കും 1 കപ്പ് പിന്നെ 2 ടേബിൾ സ്പൂണ് അല്ല 3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഉണ്ടാവും മേലി. അത്രയും ക്രീം എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് വിസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു അരമണിക്കൂർ ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൽ മേലെ ജസ്റ്റ് നമ്മൾക്ക് ഇനി ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് കമ്പൗണ്ട് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കൂടെ നമുക്ക് സൈഡിലേക്ക് ഞാൻ വലിയ ഡെക്കറേഷൻ ഇതൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഇതിലേക്ക് നമ്മൾക്ക് ചീവി വെച്ചിട്ടുണ്ടല്ലേ, നമുക്ക് ഗ്രേറ്റ് ആക്കി വെച്ച ചോക്ലേറ്റ് അല്ലേ, ഇതിൽ സൈഡ് കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഇതിൽ മേലെ നമുക്ക് ഉള്ളിൽ ക്രീം ആക്കി കൊടുക്കുക. ഇത് വലിയ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ക്രീം പൈപ്പിംഗ് ബാഗിൽ നമ്മൾക്ക് ഫിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ എന്ത് ഫ്ലവേഴ്സ് എന്ത് ഡിസൈൻ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്കൊന്ന് ഡിസൈൻ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു നൊസൽ ഒരു വലിയ ഫ്ലവർ ഇതൊന്നും ഡെക്കറേറ്റ് ഇതൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് സൈഡ് കൂടെ ഒന്ന് റൗണ്ട് ഇതായിട്ട് പിന്നെ ജസ്റ്റ് ഒന്നും നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഉണ്ട് അതിൽ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേരി, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ചേരി ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതിയാവും. അല്ലാണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബേക്കറി ഷോപ്പിൽ കിട്ടുന്നുണ്ടല്ലേ, ഒന്ന് ചേരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷനായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇതിലേക്ക് ഒരു 3-4 മണിക്കൂർ നിങ്ങൾ എന്തായാലും തണുപ്പാക്കാനും ഫ്രിഡ്ജിൽ വെച്ചോ. അപ്പോൾ എത്ര തണുപ്പായി കിട്ടുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് വരുന്നുണ്ട്. ഈ ശരിക്കും തണുപ്പായിട്ട് നമ്മൾക്ക് മുറിക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു 3-4 മാക്സിമം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല തണുപ്പാകുമ്പോൾ ടേസ്റ്റ് കൂടുതൽ തന്നെ. അപ്പോൾ ഞാൻ വലിയ ഡെക്കറേഷൻ ഇതൊന്നും ആക്കിയിട്ടില്ല, സിമ്പിൾ ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും വീട്ടിൽ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് ഡെക്കറേഷൻ ഇല്ല, നമുക്ക് കേക്ക് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് വേണം, അതാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെ. അപ്പോൾ ഇതാ ഇവിടെ ഇനി നമ്മൾക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. പിന്നെ എന്താ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് കമൻറ്റ്സ് ഇതൊക്കെ വരുമ്പോൾ എനിക്ക് കൂടുതൽ ഹാപ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഇനി അടുത്ത വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ക്രിട്ടിക്കൽ റെസിപ്പി ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഇവിടെ കേക്ക് ഇനി മുറിച്ചിട്ടുണ്ട്, ഇതാ ഉള്ളിൽ ലെയർ ഇതൊക്കെ എങ്ങനെയുണ്ട് കാണുമ്പോൾ നല്ല അടിപൊളിയല്ലേ. പക്ഷെ ഇത് കാണുമ്പോൾ മാത്രമില്ല, ടേസ്റ്റ് നല്ല അടിപൊളി തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഞാൻ അടുത്ത വീഡിയോക്ക് നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാം നെക്സ്റ്റ് വീഡിയോക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, സ്റ്റേ ഹാപ്പി.